ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് വീക്കായ ഹാർട്ടും കൊണ്ട് നടക്കുന്നവർക്ക് ഇത് റിസ്ക് കൂടുതലാണ്. വളരെ വീക്ക്, ഒരു പമ്പിങ് ഒരു 30% ഒക്കെ ആയാലും. അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ പേസ് മേക്കർ പോലെ ഒരു മെഷീൻ അകത്ത് വെക്കും. അപ്പൊ ഇതിൽ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ആൻഡ് ഷോക്ക്. വീട്ടിലാന്നേലും if you're traveling, it's called an automatic defibrillator. Okay. But that is also available. Okay. That's what I was telling. അപ്പൊ അത് ആളെ എങ്ങനെയും നിങ്ങൾ കോൺഷ്യസ് ആക്കാൻ നോക്കും. കോൺഷ്യസ് അല്ലാത്ത ആളെ കോൺഷ്യസ് ആക്കാൻ നോക്കും. എന്നിട്ടായിരിക്കും നിങ്ങൾ ഫർദർ. So അപ്പൊ ഇപ്പം അറ്റാക്ക് വന്ന നമ്പർ 1 ട്രീറ്റ്മെന്റ് in 2025 is trying to find what is the block and clearing it. സിവിയർ അറ്റാക്ക് ആണെങ്കിൽ ഡോർ ടു ബലൂൺ എന്ന് ഞങ്ങൾ പറയും. ഹോസ്പിറ്റൽ ഡോറിൽ വന്നു കഴിഞ്ഞാൽ വിത്തിൻ 90 minutes ബലൂൺ ചെയ്ത് ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത ബ്ലോക്ക് മാറ്റിയിരിക്കണം. And we are doing it for the last 10 years in our hospital. Most hospitals, big hospitals in Kerala are doing it. But that is the immediate treatment for a major heart attack. അറ്റാക്ക് ഒന്നും ഇല്ല, ഒരു ട്രോപ്പണിൻ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം വേണമെങ്കിലും ചെക്ക് ചെയ്യാം.